എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് results.hsc.kerala.gov.in/results/ എന്നുള്ള പേജിലൂടെ നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പല വിദ്യാർത്ഥികളും ചോദിച്ച പ്രധാനപ്പെട്ട സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, പല വിദ്യാർത്ഥികളും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്കൂൾ വൈസ് റിസൾട്ട് പരിശോധിക്കാൻ പറ്റുമെന്നുള്ളത്. സ്കൂൾ വൈസ് റിസൾട്ട് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കില്ല, അത് സ്കൂളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. മുൻ വർഷങ്ങളിൽ ഇതിന്റെ പഴയ ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, അതിലായിരുന്നു റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു വെബ്സൈറ്റ് മാറ്റി കഴിഞ്ഞ വർഷം മുതൽ പുതുക്കിയ വെബ്സൈറ്റിലാണ്, അതായത് ഈ ഒരു വെബ്സൈറ്റിലാണ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ഒരു സൗകര്യം നിലവിൽ കഴിഞ്ഞ വർഷം മുതൽ ലഭ്യമാക്കിയിട്ടില്ല. അപ്പോൾ അതിനാൽ തന്നെ സ്കൂൾ വൈസ് റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല. എന്നാൽ സ്കൂൾ ലോഗിൻ വൈസ് സ്കൂളുകൾക്ക് ആ ഒരു റിസൾട്ട്, സ്കൂൾ വൈസ് റിസൾട്ട് അറിയാൻ സാധിക്കും. അതായത് സ്കൂൾ പ്രിൻസിപ്പൽമാർക്കൊക്കെ ഒരു ലോഗിൻ, സ്കൂൾ ലോഗിൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്കൂൾ ലോഗിൻ മുഖേന സ്കൂളുകൾക്ക് മാത്രം അറിയാൻ പറ്റും നിങ്ങൾക്ക് എത്ര മാർക്ക്, ആർക്കൊക്കെ എത്ര മാർക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് സ്കൂളുകൾക്ക് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങളുടെ റിസൾട്ട് നോക്കിയ സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ HSCയുടെ ലിങ്കും കൊടുത്തിട്ടുണ്ട്, VHSCയുടെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ HSC ബാം വിദ്യാർത്ഥികൾ ഈ ഒരു ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, VHSC ബാം അതിന് നേരെയുള്ള ഈ ഒരു ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ക്ലിക്ക് ചെയ്ത ലിങ്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു പേജിൽ നിന്നും റിസൾട്ട് അറിയാൻ സാധിക്കില്ല. അതിനാൽ തന്നെ ലിങ്കിൽ ആ ഒരു ചെക്ക് റിസൾട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു ഓപ്പൺ ചെയ്തിട്ടുള്ള ആ ഒരു പേജ് നിങ്ങളുടെ റിസൾട്ട് അറിയാനുള്ള പേജ് തന്നെയാണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. അവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, HSC ആണെങ്കിൽ HSC കൊടുത്തിട്ടുണ്ടാവും, VHSC ആണെങ്കിൽ VHSC കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത ലിങ്ക് മാറിപ്പോയിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കറക്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത്. ജയിക്കാനായിട്ട് വേണ്ടത് 60 മാർക്ക് വിഷയമാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ടിൽ TE മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ഒരു TE മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളതിൽ നിങ്ങൾക്ക് 60 മാർക്ക് വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു 18 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കുന്നതാണ്. അതുപോലെ 80 മാർക്ക് വിഷയത്തിൽ നിങ്ങൾക്ക് TE മാർക്ക് ഇനത്തിൽ 24 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കുന്നതാണ്. ഇതിന്റെ ഇരട്ടിയായിട്ടുള്ള, അതായത് 60 മാർക്ക് സബ്ജക്റ്റിൽ 36 കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം മാർക്ക് കുറഞ്ഞാലും ജയിക്കുന്നതായിരിക്കും. ഇനി 80 മാർക്ക് വിഷയത്തിൽ ഇതിന്റെ ഇരട്ടിയായിട്ടുള്ള 24ന്റെ ഇരട്ടിയായിട്ടുള്ള 48 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വിഷയത്തിന് 2 വർഷത്തേക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് കിട്ടി, അടുത്ത വർഷം മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പല മത്സര പരീക്ഷകൾക്കും നിങ്ങളുടെ +2ന്റെ മാർക്കാണ് പരിഗണിക്കുക. അതിനാൽ തന്നെ +2ന് ഇപ്പോൾ +1ന് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കേണ്ടതില്ല. +2ന് കുറച്ച് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് തന്നെ വാങ്ങാനായിട്ട് നോക്കുക. അതായത് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ നല്ലൊരു മാർക്ക് തന്നെ അടുത്ത പരീക്ഷകൾക്ക് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം +2ന്റെ മാർക്കാണ് വിവിധ മത്സര പരീക്ഷകൾക്ക്, അതായത് എഞ്ചിനീയറിംഗ്, നഴ്സിംഗ് അതുപോലുള്ള വിവിധ കോഴ്സുകൾക്ക് വേണ്ടി പരിഗണിക്കുന്നത്. അതിനാൽ തന്നെ +2ന് കുറച്ച് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് ഇപ്പോൾ കിട്ടിയതിൻ്റെ ഒരു ഡബിൾ മാർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് നോക്കുക. അതായത് ഒരു 80ൽ ഒരു 70 മാർക്കും 60 മാർക്ക് വിഷയത്തിൽ ഒരു 55 മാർക്കും വാങ്ങിക്കാനായിട്ട് നോക്കുക അടുത്ത വർഷം. അതായത് അടുത്ത വർഷം ഈ വർഷം +2ന് വാങ്ങിക്കാനായിട്ട് നോക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്, നിങ്ങളുടെ റിസൾട്ടിൽ ഗ്രേഡ് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ +1ന്റെ റിസൾട്ടിൽ ആകെ ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടാവുള്ളൂ. അതായത് സബ്ജക്റ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ TE മാർക്ക് എത്രയാണ്, അതുപോലെ തന്നെ CE മാർക്ക് എത്രയാണ്, അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് എത്രയാണ്, അതുപോലെ തന്നെ ടോട്ടൽ ആയിട്ടുള്ള മാർക്ക് എത്രയാണ്. ഇത്രയും നിങ്ങളുടെ റിസൾട്ടിൽ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ വേറെ ഒരു ഡീറ്റെയിൽസും നിങ്ങളുടെ റിസൾട്ടിൽ ഗ്രേഡോ അല്ലെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്നുള്ളതും കൃത്യമായിട്ട് അതിൽ ഒന്നും ഉണ്ടാവത്തില്ല. ആകെ ഈ ഒരു ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് 60 മാർക്ക് വിഷയമാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് TE മാർക്കിനത്തിൽ അതായത് 18 മാർക്ക് കിട്ടിയിട്ടുണ്ടോ, അതുപോലെ തന്നെ 80 മാർക്ക് വിഷയമാണെങ്കിൽ 24 മാർക്ക് കിട്ടിയിട്ടുണ്ടോ, 24 അതിന് മുകളിലോട്ടോ കിട്ടിയിട്ടുണ്ടോ, 18 അതിന് മുകളിലോട്ടോ കിട്ടിയിട്ടുണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ 60 മാർക്ക് വിഷയത്തിൽ നിങ്ങൾക്ക് 18 മാർക്കും 80 മാർക്ക് വിഷയത്തിൽ നിങ്ങൾക്ക് 24 മാർക്കും നിങ്ങൾക്ക് പരീക്ഷയുടെ TE മാർക്കിനത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് ആ ഒരു വർഷം നിങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വർഷത്തേക്ക് നിങ്ങൾ കുറച്ച് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, +2ന്റെ മാർക്കാണ് പല പരീക്ഷകൾക്കും ജയിക്കാൻ വേണ്ടി പരിഗണിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ജയിക്കാൻ വേണ്ടി പരിഗണിക്കുന്നതല്ല, പല കോഴ്സുകൾക്കും പഠിക്കാൻ വേണ്ടിയുള്ള യോഗ്യതയ്ക്കായിട്ട് പരിഗണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനാൽ തന്നെ നിലവിൽ +1ന് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളായിരുന്നാലും കൂടിയ വിദ്യാർത്ഥികളായിരുന്നാലും +2ന് കുറച്ച് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് റീവാലുവേഷൻ സ്ക്രൂട്ടിനി ഫോട്ടോ കോപ്പി. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും റീവാലുവേഷൻ സ്ക്രൂട്ടിനി ഫോട്ടോ കോപ്പി ഉണ്ട്. +1ന്റെ ഫിസിക്സ് ആയിരുന്നാലും അതുപോലെ തന്നെ കെമിസ്ട്രി ആയിരുന്നാലും അതുപോലെ തന്നെ മാത്സ് ആയിരുന്നാലും നിങ്ങൾക്ക് റീവാലുവേഷൻ അപേക്ഷിക്കാം. കാരണം ഇത് ഡബിൾ വാലുവേഷൻ അല്ല, സാധാരണ വാലുവേഷനാണ് +1ൻ്റേത്. +2ന്റെ മാത്രമേ ഡബിൾ വാലുവേഷൻ ഉള്ളൂ. അതിനാൽ തന്നെ +1ന്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സാധാരണ വാലുവേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന് റീവാലുവേഷൻ അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് പ്രോബ്ലം ഇല്ല, റീവാലുവേഷൻ നിങ്ങൾക്ക് അപേക്ഷിക്കാം.
ഇനി റീവാലുവേഷൻ എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് പറയാം. നിങ്ങൾക്ക് ആ ഒരു ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ സ്ക്രൂട്ടിനി എന്ന് പറയുമ്പോൾ സൂക്ഷ്മ പരിശോധനയാണ്. അപ്പോൾ അതിന് വേണമെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷിക്കുന്ന സ്ക്രൂട്ടിനിക്ക് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ റീവാലുവേഷൻ്റെ ഫീസ് ഒരു വിഷയത്തിന് നിങ്ങൾക്ക് 500 രൂപയാണ് വരിക. നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷൻ അപേക്ഷിച്ച് 10% മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൈസ തിരികെ റീഫണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കെമിസ്ട്രിക്ക് നിങ്ങൾ റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത് ഒരു 25 മാർക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് 6 മാർക്കോ അതിന് മുകളിലോട്ടോ കൂടിയിട്ടുണ്ടായിരിക്കും. അതായത് 25 മാർക്ക് എന്നുള്ളത് നിങ്ങൾ TE മാർക്ക് 25 എന്നുള്ളത് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ റീവാലുവേഷന് കൊടുത്ത ശേഷം നിങ്ങൾക്കൊരു 31 മാർക്കോ അതിന് മുകളിലോട്ടോ, അതായത് 6 മാർക്കോ അതിന് മുകളിലോട്ടോ കൂടിയിട്ടുണ്ടായിരിക്കണം. ഇനിയിപ്പോൾ അടുത്തത് 80 മാർക്ക് വിഷയമാണെങ്കിൽ ഒരു എക്സാമ്പിൾ നമുക്ക് ഇംഗ്ലീഷ് എടുക്കാം. ഇംഗ്ലീഷിൻ്റേത് നിങ്ങൾക്ക് കിട്ടിയത് 28 മാർക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 50 മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? റീവാലുവേഷനായിട്ട് നിങ്ങൾ അപേക്ഷിച്ച സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്കൊരു 45 മാർക്ക് കിട്ടി. അതായത് ഏകദേശം 28 മാർക്കിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയത് അതായത് ഏകദേശം ഒരു 17 മാർക്ക് നിങ്ങൾക്ക് അവിടെ കൂടിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് 80 മാർക്ക് വിഷയത്തിന് റീവാലുവേഷൻ മുമ്പുള്ളതിനേക്കാൾ റീവാലുവേഷന് ശേഷം 8 മാർക്കോ അതിന് മുകളിലോട്ടോ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടും. ഇതാണ് ഇതിൻ്റെ ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അതേസമയം മാർക്ക് 8 മാർക്കോ 80 മാർക്ക് വിഷയത്തിൽ റീവാലുവേഷൻ മുമ്പുള്ളതിനേക്കാൾ 8 മാർക്കോ 60 മാർക്ക് വിഷയത്തിൽ റീവാലുവേഷൻ മുമ്പുള്ളതിനേക്കാൾ 6 മാർക്കോ കൂടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ പ്രോബ്ലം ഒന്നുമില്ല. കൂടിയ മാർക്ക് നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനുശേഷം +1 ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ വരുന്നുണ്ട്. അത് ഈ വർഷം സെപ്റ്റംബറിലാണ് വരിക എന്നാണ് പറയുന്നതായിട്ട് കേട്ടിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മുതൽ മാർച്ചിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിലവിൽ പല വിദ്യാർത്ഥികളും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഈ ഒരു നിവേദനം നൽകിയിട്ട് ഈ ഒരു പരീക്ഷ ഒരു സെപ്റ്റംബറിലേക്ക് ആക്കാൻ പറ്റുമെന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരീക്ഷ ചിലപ്പോൾ സെപ്റ്റംബറിൽ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സെപ്റ്റംബറിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് മാസത്തോടെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരും, അതായത് രജിസ്ട്രേഷൻ വരും. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് അതിന് രജിസ്ട്രേഷൻ ചെയ്ത് ഈ ഒരു സെപ്റ്റംബറിൽ നിങ്ങൾക്ക് അതിൻ്റെ പരീക്ഷ എഴുതാവുന്നതാണ്. 3 വിഷയമാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ നിങ്ങൾ +1 പരീക്ഷ ഏതെങ്കിലും ആബ്സെൻ്റായി പോയിട്ടുണ്ടെങ്കിൽ 3 വിഷയം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കൂടെ എത്ര വിഷയമാണോ ആബ്സെൻ്റായി പോയത് അത്രയും വിഷയങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആ ഒരു പരീക്ഷയായിട്ടും എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതേക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് സ്കൂളിൽ നിന്നും പറഞ്ഞു തരും. അതുപോലെ തന്നെ ഇതേപോലെയുള്ള ചാനലുകളിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിൻ്റെ അതുപോലെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റിസൾട്ടിൽ ഗ്രേഡും കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു TE മാർക്ക്, CE മാർക്ക്, ഗ്രേസ് മാർക്ക്, ടോട്ടൽ എന്നിങ്ങനെയുള്ള മാർക്കേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ +2 റിസൾട്ടിൽ മാത്രമാണ് ഗ്രേഡ് ഉണ്ടാവുള്ളൂ. ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.